ബൈബിൾ പാരായണം 6-ാം ദിവസം. ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ചെറിയ അനുഭവം പങ്കുവച്ചുകൊണ്ട് ഈ വായന ആരംഭിക്കാം. ഇന്നലെ യാദൃച്ഛികമായി എന്റെ ഒരു പഴയ സുഹൃത്തിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കുറേ കാലത്തിനു ശേഷമുള്ള ആ കൂടിക്കാഴ്ചയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ സ്വാഭാവികമായും നമ്മുടെ ചാനലിനെക്കുറിച്ചും സംസാരം വന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എങ്ങനെയുണ്ട് ചാനൽ? വരുമാനമൊക്കെ കിട്ടുന്നുണ്ടോ? മാസം എത്ര രൂപ ലഭിക്കുന്നുണ്ട്? സത്യത്തിൽ ആ ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടി ഇതായിരുന്നു: സുഹൃത്തേ, ഞാനിത് ചെയ്യുന്നത് വരുമാനത്തിനു വേണ്ടിയല്ല, മറിച്ച് ഇതൊരു ദൈവവേലയായി കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ദൈവം എന്ന വാക്ക് കേട്ടതും അവന്റെ മുഖം മാറി. ഒരു പരിഹാസത്തോടെ അവൻ പറഞ്ഞു, ദൈവം എന്നൊന്നില്ല. ഞാൻ കാരണം തിരക്കിയപ്പോൾ സങ്കടകരമായൊരു കഥയാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടും എന്റെ കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ആദ്യ വിവാഹത്തിലെ തകർച്ചയ്ക്ക് ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചു. ഇപ്പോൾ ആ ബന്ധവും തകർച്ചയുടെ വക്കിലാണ്. ഇതാണോ ദൈവം എനിക്ക് നൽകിയ സമാധാനം? ഞാൻ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. നീ പള്ളിയിൽ പോകുന്നുണ്ടാകാം, പക്ഷേ നിന്റെ വീട്ടിൽ ഒരു സന്ധ്യാപ്രാർത്ഥനയോ പ്രഭാതപ്രാർത്ഥനയോ നടക്കാറുണ്ടോ? ഇല്ല. നീ ദൈവവചനം വായിക്കാറുണ്ടോ? ഇല്ല. അവിടെയാണ് നാം ചിന്തിക്കേണ്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുമായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിഷമങ്ങളും പരാതികളുമെല്ലാം വളരെ വിശദമായി തന്നെ അദ്ദേഹം എന്നോട് പങ്കുവച്ചു. എന്നാൽ ആ സംഭാഷണങ്ങളെല്ലാം ഇവിടെ പറയാൻ സമയമില്ലാത്തതിനാൽ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാം പള്ളിയിലോ ആരാധനാലയങ്ങളിലോ പോകുന്നതുകൊണ്ട് മാത്രം ദൈവം നമ്മിൽ വസിക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്നത് കെട്ടിടങ്ങളിലല്ല, മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. ആ ഹൃദയത്തിലേക്ക് ദൈവത്തെ ക്ഷണിക്കാനും അവിടുത്തെ സാന്നിധ്യം നിലനിർത്താനും ഉതകുന്ന പ്രാർത്ഥനയോ വായനയോ ഇല്ലാതെ എങ്ങനെയാണ് ദൈവം നമ്മിൽ വസിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊരു ചോദ്യം വയ്ക്കുകയാണ്. നിങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ടോ? ദൈവവിശ്വാസികളായ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, ഉവ്വ്, എന്നിൽ ദൈവമുണ്ട് എന്ന്. എങ്കിൽ എന്റെ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് അവിടുന്ന് നിങ്ങളിൽ വസിക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും ആ ദൈവസാന്നിധ്യം പ്രകടമാകുന്നുണ്ടോ? അതോ വെറും ആചാരങ്ങളിൽ മാത്രമാണോ നിങ്ങളുടെ ദൈവം? ഒരു ചോദ്യം കൂടി: നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെക്കുറിച്ച് സന്തോഷവാനാണോ? അവിടുന്ന് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ ജീവിതരീതി കണ്ട് ദുഃഖിക്കുന്നുണ്ടോ? ഇത് മറ്റാരോടുമല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നതിനു മുൻപ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം ഇടം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോയതുകൊണ്ടോ എപ്പോഴെങ്കിലും ഒരു കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേർന്നതുകൊണ്ടോ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന് വസിക്കാൻ പറ്റാത്ത വിധം പിശാചിന്റെ സ്വാധീനം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ദൈവത്തിന് കീഴ്പ്പെടുവിൻ, പിശാചിനോട് എതിർത്തു നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, നാം ആദ്യം ദൈവത്തിന് കീഴ്പ്പെടണം. നമ്മുടെ ജീവിതവും ചിന്തകളും ദൈവവചനത്തിന് വഴിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് പിശാചിനെ എതിർത്തു നിൽക്കാൻ സാധിക്കൂ. അപ്പോൾ മാത്രമേ അവൻ നമ്മെ വിട്ടു ഓടിപ്പോവുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് എങ്ങനെയുള്ളതാണ്? നമ്മളൊരു കടയിൽ പോയി 5 കിലോ അരിയോ 2 കിലോ പഴമോ ചോദിച്ചു വാങ്ങുന്നതുപോലെയാണ് പലപ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ ഇടപാടുകൾ. നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രം, ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം കടയിൽ പോയി സാധനം വാങ്ങുന്ന ലാഘവത്തോടെ നാം ദൈവത്തോട് ആവശ്യങ്ങൾ നിരത്തുന്നു. ദൈവസ്നേഹം അങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട ഒരു ചരക്കല്ല സഹോദരങ്ങളെ. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം തരുന്ന ഉറപ്പ് എത്ര വലുതാണ്! മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ തന്റെ കുഞ്ഞിനോട് കരുണ കാട്ടാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചാലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. എന്നിട്ടും എന്തേ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു? അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രസക്തി. മത്തായി 6-ാം അധ്യായം 30-ാം വാക്യം: ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്ര അധികം അലങ്കരിക്കുകയില്ല. നമ്മുടെ വിശ്വാസം അല്പമായിപ്പോകുന്നു എന്നതാണ് നമ്മുടെ പരാജയം. എന്താണ് യഥാർത്ഥ വിശ്വാസം? ഹെബ്രായർ 11-ാം അധ്യായം 1-ാം വാക്യം:
വിശ്വാസമോ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവയുണ്ട് എന്ന ബോധ്യവുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകുന്നതുകൊണ്ടോ കടമ തീർക്കാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ നിങ്ങൾ വിശ്വാസിയാകുന്നില്ല. ഫലം പ്രതീക്ഷിക്കാതെ സ്നേഹത്തോടെ ആത്മവിശ്വാസത്തോടെ ദൈവത്തെ തേടണം. ഞാൻ നിങ്ങളോട് ദിവസവും ബലിയർപ്പിക്കാൻ പറയുന്നില്ല, പക്ഷേ ദിവസവും ആ ക്രൂശിതരൂപത്തിനു മുന്നിൽ ഒരു 5 മിനിറ്റ് ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കുടുംബത്തോടൊപ്പം ചേർന്ന് ഒരു 5 മിനിറ്റ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ആ സ്നേഹനിധിയായ ഈശോ നിങ്ങളിൽ വസിക്കും. നിങ്ങൾ ചോദിക്കുന്നതിനു മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിഞ്ഞു നടത്തിത്തരും. കാരണം അവിടുന്ന് വസിക്കുന്നത് നമ്മുടെ ആചാരങ്ങളിലല്ല, നമ്മുടെ ആത്മാർത്ഥമായ വിശ്വാസത്തിലാണ്. പ്രിയമുള്ളവരെ, ഈ യാത്രയിൽ ദൈവവചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ. നമ്മളെ ഒരുനാളും ഉപേക്ഷിക്കാത്ത ആ സ്നേഹത്തിൽ ആശ്രയിച്ച് പൂർണ്ണ മനസ്സോടെ നമുക്ക് മുന്നേറാം. ബൈബിൾ പാരായണത്തിന്റെ 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 5-ാം അധ്യായം നമ്മൾ അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്: ലാമെക്കിന്റെ ജീവിതകാലം ആകെ 777 വർഷമായിരുന്നു. അതിനുശേഷം അവൻ മരിച്ചു. നോഹക്ക് 500 വയസ്സായപ്പോൾ ഷെയിം, ഹാം, യാഫത്ത് എന്നീ പുത്രന്മാർ ജനിച്ചു. 6-ാം അധ്യായം ആരംഭിക്കുന്നതിനു മുൻപായി ഒരു പ്രത്യേക നിർദ്ദേശം ശ്രദ്ധിക്കുക. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ ഇതുവരെ വായിക്കാത്തവരോ കേൾക്കാത്തവരോ ആണെങ്കിൽ മുകളിൽ നൽകിയിരിക്കുന്ന ഐ ബട്ടണിലെ ഐ ബട്ടൺ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് അത് പൂർത്തിയാക്കുക. മുൻപുള്ള ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ 6-ാം അധ്യായത്തിലെ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണമായ ഗൗരവത്തോടും അർത്ഥത്തോടും കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവവചനത്തോടുള്ള എല്ലാ തീക്ഷ്ണതയോടും ആദരവോടും കൂടി നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി അധ്യായം 6. തിന്മ വർദ്ധിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്കിഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ കർത്താവ് അരുളിച്ചെയ്തു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ ജഡമാണ്. അവന്റെ ആയുസ്സ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അതികായന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതനകാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളിച്ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തുനിന്ന് ഞാൻ തുടച്ചുമാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കുക. അതിൽ മുറികൾ തിരിക്കണം. അതിന്റെ അകത്തും പുറത്തും കീല് തേയ്ക്കണം. ഇങ്ങനെയാണ് നീ അതുണ്ടാക്കേണ്ടത്. നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്ത് ഒരു വാതിലും വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകമുണ്ടാക്കാൻ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിനു കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാനെന്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം, നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. എല്ലാ ജീവജാലങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഈ 2 എണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ 2 എണ്ണം നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിനുവേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വയ്ക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ഈ വായനയിലൂടെ നാം എത്തിനിൽക്കുന്നത് മനുഷ്യചരിത്രത്തിലെ വളരെ ഗൗരവകരമായൊരു ഘട്ടത്തിലാണ്. ഉൽപ്പത്തി 6-ാം അധ്യായം നമുക്ക് നൽകുന്ന പ്രധാന ചിന്തകൾ ഇവയാണ്. ദൈവത്തിന്റെ സങ്കടം. ലോകം തിന്മയാൽ നിറഞ്ഞപ്പോൾ താൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. വാക്യം 6 എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോഹയുടെ നീതി. ചുറ്റുമുള്ളവർ മുഴുവൻ തിന്മയിൽ വ്യാപരിച്ചപ്പോഴും നോഹ മാത്രം ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായി.
നോഹ ദൈവത്തിന്റെ കൂടെ നടന്നു. ഇന്ന് നമുക്കൊരു വലിയ പാഠമാണ്. ലോകം ഏതു ദിശയിൽ പോയാലും ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ചാൽ നാം സുരക്ഷിതരായിരിക്കും. പെട്ടകമെന്ന രക്ഷ വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് നൽകിയപ്പോൾ നോഹ അത് വിശ്വസിക്കുകയും പെട്ടകം പണിയുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായ പെട്ടകം ദൈവവചനവും പ്രാർത്ഥനയുമാണ്. പുറത്തെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നാം ഈ പെട്ടകത്തിനുള്ളിൽ അഭയം പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, ലോകം അധർമ്മം കൊണ്ട് നിറയുന്ന ഈ കാലഘട്ടത്തിൽ നോഹയെപ്പോലെ ദൈവത്തിന് മുൻപിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണുകയും ആത്മീയമായ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നിലനിർത്തുകയും ചെയ്യാം. നോഹയെപ്പോലെ ദൈവത്തോടൊപ്പം നടക്കുന്നവരാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ഈ സമ്പൂർണ്ണ ബൈബിൾ വായന എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ക്രൈസ്റ്റ് ദ കിങ് എന്ന ചാനലിലൂടെ നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്യുന്നതാണ്. ഈ വചനയാത്രയിൽ എല്ലാ ദിവസവും പങ്കുചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസവും കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ഈ വചനവായന നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു നൽകുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും സ്ഥലവും ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും നാളെ കാണും വരേക്കും സമൃദ്ധമായി അനുഗ്രഹിച്ചു കാത്തുപരിപാലിക്കട്ടെ.